ഹലോ ഗായ്സ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് സിഞ്ചു ടെക് ഷെയർ. ഇന്ന് ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് അറൂബയുടെ AP22 എന്നറിയപ്പെടുന്ന ഒരു ആക്സസ് പോയിന്റ് ആണ്. കൂടാതെ ഇത് എങ്ങനെ സെറ്റപ്പ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് അറൂബയുടെ ഇൻസ്റ്റന്റ് ഓൺ AP22 എന്നറിയപ്പെടുന്ന ആക്സസ് പോയിന്റ്. ഇതിന്റെ വേറൊരു പാർട്ട് നമ്പർ ആണ് APIN505 എന്ന് പറയുന്നത്. ഈ ആക്സസ് പോയിന്റ് ഒരു ഇൻഡോർ ആക്സസ് പോയിന്റ് ആണ്. ഈ ആക്സസ് പോയിന്റ് രണ്ട് ടൈപ്പിലാണ് അവൈലബിൾ. ഒന്ന് വിത്ത് അഡാപ്റ്ററും ഒന്ന് വിത്തൗട്ട് അഡാപ്റ്ററും. ഇതൊരു PoE മോഡലാണ്. PoE സപ്പോർട്ട് ചെയ്യുന്ന ഒരു മോഡലാണ്. അതുകൊണ്ട് തന്നെ അഡാപ്റ്ററിന്റെ ആവശ്യം റെയർലി വരുന്നുള്ളൂ. അപ്പോൾ ഇതിന്റെ പാക്കിംഗ് നോക്കുകയാണെങ്കിൽ ഇതിങ്ങനെയാണ് വരുന്നത്. ഇതിന്റെ സീരിയൽ നമ്പർ, പാർട്ട് നമ്പർ കാര്യങ്ങളൊക്കെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. സീരിയൽ നമ്പറിന് ഒരു വലിയ റോൾ ഉണ്ട് കേട്ടോ ഇതിന്റെ കോൺഫിഗറേഷൻ പർപ്പസിൽ. അപ്പോൾ എപ്പോഴും സീരിയൽ നമ്പർ എപ്പോഴും സീക്രട്ടായിട്ട് വെക്കുകയാണ്. അല്ലെ, സീക്രട്ട് എന്ന് പറഞ്ഞാൽ വൺ ടൈം കോൺഫിഗറേഷൻ കഴിഞ്ഞാൽ പിന്നെ സീരിയൽ നമ്പർ ആർക്കിയിട്ടും കാര്യമില്ല. പക്ഷേ സീരിയൽ നമ്പറിന് വലിയൊരു റോൾ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിന്റെ പാക്കിങ്. ഇത് അൺബോക്സ് ചെയ്യാനായിട്ട് ഇവിടെ സീൽ പൊട്ടി കഴിഞ്ഞാൽ നമുക്ക് അൺബോക്സ് ചെയ്യാം. ഈ ആക്സസ് പോയിന്റിന് അറൂബ ഇൻസ്റ്റന്റ് ഓൺ AP22 എന്ന് പറയാൻ കാരണം, ഇൻസ്റ്റന്റ് ഓൺ ഇതിന്റെ ഫ്രണ്ടിൽ ചേർക്കാനുള്ള ഒരു കാരണം, അറൂബക്ക് ഒരു മൊബൈൽ ആപ്പ് ഉണ്ട് ഇൻസ്റ്റന്റ് ഓൺ. ആ ഇൻസ്റ്റന്റ് ഓൺ ആപ്പ് വെച്ച് ഈ ആക്സസ് പോയിന്റിനെ കോൺഫിഗർ ചെയ്യാൻ പറ്റും. ഇൻസ്റ്റന്റ് ഓൺ മൊബൈൽ ആപ്പ് വെച്ച് കോൺഫിഗർ ചെയ്യാൻ പറ്റുന്ന എല്ലാ അറൂബ മോഡലുകളും അവർ ഇൻസ്റ്റന്റ് ഓൺ വെച്ചിട്ടൊരു ടൈമും കൂടി പറയും. ഇൻസ്റ്റന്റ് ഓൺ AP22, 23, 25 അങ്ങനെ ഡിഫറെന്റ് മോഡലുകളുണ്ട്. അപ്പോൾ ആ കാറ്റഗറിയിൽ വരുന്ന AP22 എന്ന് പറയുന്ന ഒരു Wi-Fi 6 ആക്സസ് പോയിന്റ് ആണിത്. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്യാം. ഇതിൻ്റെ ഒരു സീലുണ്ട്, അത് ഫസ്റ്റ് കീറാം. ഇതിൻ്റെ അകത്ത് വരുന്നത് ഒരു ബുക്ക്ലെറ്റ് ഉണ്ട്. കോൺഫിഗറേഷനും സേഫ്റ്റി ഗൈഡൻസും ആണ് ഇതിൽ വരുന്നത്. പിന്നെ വരുന്നത് ആ ഇൻസ്റ്റന്റ് ആപ്പിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അത് ഡൗൺലോഡ് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഡൗൺലോഡ് ചെയ്യേണ്ടത് എവിടെ നിന്നാണ്, ആ ആപ്പിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഒരു ബുക്ക്ലെറ്റ് ഉണ്ട്, അത് സ്റ്റാർട്ടപ്പ് ഗൈഡും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ആക്സസ് പോയിന്റ് ഉണ്ട്. ആക്സസ് പോയിന്റ് ഒരു പ്ലാസ്റ്റിക് കവറിൽ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്നത് ഇതിൻ്റെ മൗണ്ടിങ് യൂണിറ്റ് ആണ്. ഒരു പ്ലാസ്റ്റിക് മൗണ്ടിങ് യൂണിറ്റ് ആണ്, പക്ഷേ ഇത് പ്രോപ്പറായിട്ട് മൗണ്ട് ചെയ്ത് വെക്കാൻ പറ്റും. അതെങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാം. പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്നത് ഒരു പാച്ച് കോഡും ഇതിൻ്റെ ഒപ്പം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ആക്സസ് പോയിന്റ് ഒന്ന് കവർ ചെയ്ത് പുറത്തെടുക്കാം. ഇതാണ് യൂണിറ്റ്. ഇതിൻ്റെ പുറത്ത് സീരിയൽ നമ്പർ ഉണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് ഇത്രയൊക്കെ ഉള്ളൂ. രണ്ട് ഇൻഡിക്കേറ്റേഴ്സാണ് വരുന്നത്, ഒരു പവറിൻ്റെയും ഒരു വൈഫൈ ഇൻഡിക്കേഷനും. ഇത് 2-3 കളറിൽ ഇത് ഓൺ ആകുമ്പോൾ ഫ്ലാഷ് ചെയ്യും. അത് ഓരോ കളറിനും ഓരോ സ്റ്റാറ്റസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. അതെന്താണെന്ന് ഞാൻ കോൺഫിഗറേഷൻ ചെയ്യുമ്പോൾ കാണിച്ചു തരാം. പിന്നെ ഇവിടെ ബാക്കിലുള്ളത് ഞാൻ പറഞ്ഞതുപോലെ 12 വോൾട്ട് 1 ആംപിയറിൻ്റെ പവർ അഡാപ്റ്റർ നമുക്കിത് കണക്ട് ചെയ്യാൻ പറ്റും. ഇൻ കേസ് PoE അവൈലബിൾ അല്ലെങ്കിൽ ഇത് PoE സപ്പോർട്ട് ചെയ്യുന്ന ലാൻഡ് പോർട്ടാണ് ഇതിന് വരുന്നത്. 10 വാട്ട്സോളമാണ് ഇതിൻ്റെ പവർ കൺസെപ്റ്റും വരുന്നത്. ലെസ് ദാൻ 10 ആണ്, 8.8 അങ്ങനെ എന്തെയോ വരുന്നത്. പിന്നെ ഒരു കൺസോൾ പോർട്ട് ഉണ്ട്. ഇൻ കേസ് ഇത് പവർ ബൂട്ടാവാതെ അല്ലെങ്കിൽ ബൂട്ട് ലോഡർ കാര്യങ്ങളിൽ എന്തെങ്കിലും ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇതിൻ്റെ ടെർമിനൽ വെച്ച് കയറി ഇതിൻ്റെ ബൂട്ട് ലോഡർ ഫിക്സിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയുള്ളൊരു പോർട്ടാണ്. അത് നമ്മുടെ ഒരു യൂസർ എൻഡിൽ അതിൻ്റെ ഒരു യൂസ് വരുന്നില്ല, പക്ഷേ അതിന് വേണ്ടി പോർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് റീസെറ്റ് ബട്ടണാണ്. ഇത് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹാർഡ് റീസെറ്റ് ചെയ്യാൻ പറ്റും. ഈ അറൂബ ആക്സസ് പോയിന്റിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഈ ആക്സസ് പോയിന്റ് ഇൻസ്റ്റന്റ് ഓൺ എന്ന് പറയുന്ന മൊബൈൽ ആപ്പ് അല്ലെങ്കിൽ വെബിൽ ഇവരുടെ ക്ലൗഡ് കൺട്രോളർ ഉണ്ട്. അത് വെച്ച് നമുക്ക് അപ് ടു 20 ആക്സസ് പോയിന്റ് വരെ കോൺഫിഗർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അറൂബയുടെ കൺട്രോളർ ഉണ്ട്, വൈഫൈ കൺട്രോളർ ഉണ്ട്. അത് വെച്ചിട്ടും ഇത് കോൺഫിഗർ ചെയ്യാൻ പറ്റും. അറൂബ കൺട്രോളർ എപ്പോഴും യൂസ് വരുന്നത് ഒരു എബവ് 20ക്ക് കൂടുതൽ ആക്സസ് പോയിന്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ഓരോ ടൈം ഓരോ കോൺഫിഗറേഷൻ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ അത് ഓരോ ആക്സസ് പോയിന്റ് ആയിട്ടൊക്കെ എടുത്ത് കോൺഫിഗർ ചെയ്യാന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അപ്പോൾ ആ കേസിലാണ് അറൂബ ആക്സസ് പോയിന്റിന് കൺട്രോളറിൻ്റെ ആവശ്യം. കൺട്രോളറിന് അതിൻ്റെ ലൈസൻസ് ഉണ്ട്, കൺട്രോളർ യൂണിറ്റിന് അത്യാവശ്യം കോസ്റ്റ് ഉണ്ട്. അതെല്ലാം വലിയ കേസുകളിൽ വരുന്നുള്ളൂ. ഇത് നമുക്കൊരു വീട്ടിൽ യൂസ് ചെയ്യണമെങ്കിൽ ഒരു 3-4 ആക്സസ് പോയിന്റ് വെച്ചിട്ട് നല്ലൊരു വൈഫൈ നെറ്റ്വർക്ക് ഒരു വില്ലയിലൊക്കെ സെറ്റപ്പ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റിലൊക്കെ 3-4 റൂമുകളുള്ള ഒരു ഫ്ലാറ്റിൽ ഒരേ SSID വെച്ചിട്ട് നമുക്ക് റൂമിൽ നിന്ന് അടുത്ത റൂമിലോട്ട് പോകുമ്പോൾ ഒരു ഡിസ്കണക്ഷൻ ഇല്ലാണ്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഇതൊരു നല്ലൊരു ആക്സസ് പോയിന്റ് ആണ്. പിന്നെ ഉള്ളത് ഇതൊരു Wi-Fi 6 ആക്സസ് പോയിന്റ് ആണ്. Wi-Fi 4 ഉണ്ട്, Wi-Fi 5 ഉണ്ട്, Wi-Fi 6 ഉണ്ട്. Wi-Fi 6 എന്താണ്? Wi-Fi 4 എന്ന് പറഞ്ഞാൽ 2.4 GHz വെച്ച് വർക്ക് ചെയ്യുന്ന ആൻറ്റിനാസ് ആയിരിക്കും. Wi-Fi 5 എന്ന് പറയുന്നത് 5 GHz ആൻറ്റിന വെച്ച് വർക്ക് ചെയ്യുന്നതാണ്. Wi-Fi 6 എന്ന് പറയുന്നത് ഇത് രണ്ടിൻ്റെ ഒരു കോമ്പിനേഷൻ വെച്ച് വർക്ക് ചെയ്യുന്നതാണ്. 2.4ൻ്റെ അത്രയും റേഞ്ച് ഇല്ലെങ്കിലും ഏകദേശം ആ ഒരു ഏരിയ തന്നെ ഈ വൈഫൈ കവർ ചെയ്യും. ബാൻഡ് വിഡ്ത്ത് നമുക്ക് 1.7 GB വരെ ഇത് പ്രൊവൈഡ് ചെയ്യും. Wi-Fi 6 സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസുകളാണെങ്കിൽ. ഇനി നമുക്കിത് എങ്ങനെ മൗണ്ട് ചെയ്യാം എന്ന് നോക്കാം. ഇതൊരു വാൾ മൗണ്ട് ചെയ്യാവുന്ന ഒരു ബ്രാക്കറ്റാണ്. അപ്പോൾ ആക്ച്വലി ഇത് ഇങ്ങനെ നമ്മൾ സ്ക്രൂ ചെയ്യാം. വാളിലാണെങ്കിൽ ഇപ്പോൾ ഒരു സർഫസ് ഉണ്ടെങ്കിൽ ഇത് ഇങ്ങനെ സ്ക്രൂ ചെയ്ത് വെക്കും. അതിന് ശേഷം ഈ യൂണിറ്റ് ഇങ്ങനെ ലോക്ക് ചെയ്ത് വെക്കും. അതിപ്പോൾ ഇങ്ങനെ വാളിൽ ഫിക്സ് ചെയ്യാം, ഇങ്ങനെ ഫിക്സ് ചെയ്യാം. അതിനുശേഷം തുറക്കണമെങ്കിൽ ഇവിടെ ലോക്ക് തുറക്കുന്നു. ഇതൊരു ചെറിയൊരു ബ്രാക്കറ്റിംഗ് സിസ്റ്റം, പക്ഷേ നല്ല എഫിഷ്യൻറ്റ് ആയിട്ടുള്ള ഡിസൈനാണ്. ഈ അറൂബ ആക്സസ് പോയിന്റിൻ്റെ മാക്സിമം യൂസർ കപ്പാസിറ്റി എന്ന് പറയുന്നത് 75 ആണ്. പക്ഷേ 75 യൂസേഴ്സൊന്നും ഇത് താങ്ങില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 1 GB ഇൻ്റർഫേസ് ആണ് ഇതിനുള്ളത്. അത് 75 പേർക്കായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾക്ക് കിട്ടാവുന്ന സ്പീഡ് എന്ന് പറയുമ്പോൾ ലെസ് ദാൻ 20 ഒക്കെ ഉണ്ടാവുള്ളൂ.
അപ്പോൾ അതൊന്നും ഒരു ഐഡിയൽ യൂസർ കപ്പാസിറ്റി അല്ല. മാക്സിമം 20, 25, 30 അതിനപ്പുറം ഒന്നും ഈ ഒരു ആക്സസ് പോയിന്റ് വെച്ചിട്ട് നമുക്ക് വൈഫൈ സപ്ലൈ ചെയ്യുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ഈ ആക്സസ് പോയിന്റിൽ മൊത്തം 4 ആൻറ്റിനാസാണ് വരുന്നത്. മിമോ എന്നാണ് പറയുന്നത്, മൾട്ടി ഇൻപുട്ട് മൾട്ടി ഔട്ട്പുട്ട്. 2 ആൻറ്റിന ഇൻപുട്ടിന് വേണ്ടിയും 2 ആൻറ്റിന ഔട്ട്പുട്ടിന് വേണ്ടിയും ഒരേ സമയം ഇത് കണക്ട് ചെയ്യും. ഇതിന്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 500 gram ആണ്. അറൂബ ഇൻസ്റ്റന്റ് ഓൺ AP22ന്റെ പവർ കൺസപ്ഷൻ എന്ന് പറയുന്നത് PoEയിൽ 10 വാട്ട്സും പവർ അഡാപ്റ്റർ ആണെങ്കിൽ 8.8 വാട്ട്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഈ അറൂബ AP22 നമ്മൾ കോൺഫിഗർ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതൊരു ക്ലൗഡിൽ രജിസ്റ്റർ ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു ആക്സസ് പോയിന്റ് ആണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു ക്ലൗഡ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. ഒന്നുകിൽ ഇവരുടെ മൊബൈൽ ആപ്പായ ഇൻസ്റ്റന്റ് ഓൺ ഡൗൺലോഡ് ചെയ്യുക, അതിൽ ക്രിയേറ്റ് അക്കൗണ്ട് കൊടുത്തിട്ട് ഇമെയിൽ ഐഡിയും പാസ്വേഡും കൊടുത്ത് രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമുക്കൊരു ആക്ടിവേഷൻ ഇമെയിൽ വരും. ആ ഇമെയിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് ആക്ടിവേറ്റ് ആവും. portal.instant.com എന്ന് പറയുന്ന സൈറ്റിൽ പോയിട്ട് ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക, അവിടെ ഇമെയിൽ ഐഡിയും പാസ്വേഡും കൊടുക്കുക, എന്നിട്ട് ആക്ടിവേഷൻ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇമെയിലിലോട്ട് ആക്ടിവേഷൻ ഇമെയിൽ വന്നതിന് ശേഷം ആ ഇമെയിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്താൽ നമ്മുടെ ആക്ടിവേഷൻ കംപ്ലീറ്റ് ആയി നമുക്ക് നമ്മുടെ കൺട്രോൾ പാനൽ ഓപ്പൺ ആയി വരും. സെറ്റപ്പ് ന്യൂ സൈറ്റ് എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും ഫസ്റ്റ് വരിക. അത് വരുമ്പോൾ തന്നെ നമുക്ക് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് 3 ഓപ്ഷനാണ് കിട്ടുന്നത്: ആക്സസ് പോയിന്റ്, സ്വിച്ച്, ആക്സസ് പോയിന്റ് ആൻഡ് സ്വിച്ച്. നമ്മൾ എന്തായാലും ഒരു ആക്സസ് പോയിന്റ് മാത്രമാണ് ഇവിടെ കോൺഫിഗർ ചെയ്യുന്നത്, അതുകൊണ്ട് ആക്സസ് പോയിന്റ് ചൂസ് ചെയ്യുന്നു. ആക്സസ് പോയിന്റിന് പവർ ഓൺ ചെയ്യാം. ഈ ആക്സസ് പോയിന്റ് ഓൺ ചെയ്യാനായിട്ട് ഒന്നുകിൽ പവർ അഡാപ്റ്റർ കൊടുത്തിട്ട് നമ്മൾ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ക്ലൗഡ് അക്കൗണ്ട് നമ്മൾ സെയിം നെറ്റ്വർക്കിൽ തന്നെ ഒരു ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ മൊബൈൽ ആപ്പിലോ കണക്ട് ചെയ്ത് ഓപ്പൺ ചെയ്യണം. എൻ്റെ കയ്യിൽ ഒരു PoE സ്വിച്ച് ഉള്ളതുകൊണ്ട് ഞാൻ പവർ അഡാപ്റ്റർ കണക്ട് ചെയ്യുന്നില്ല, ഡയറക്റ്റ്ലി ഞാൻ എൻ്റെ PoE സ്വിച്ചിൽ നിന്നുള്ള കണക്ഷൻ ഈ ആക്സസ് പോയിന്റിൽ കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ പവർ ഓൺ ആയി. പവർ ഓൺ ആയിട്ട് ഒരല്പസമയം വെയിറ്റ് ചെയ്യാം. ആക്സസ് പോയിന്റ് ആംബറും ഗ്രീനും മാറി മാറി ഫ്ലാഷ് ചെയ്ത് തുടങ്ങിയാൽ ഇത് രജിസ്റ്റർ ചെയ്യാൻ റെഡിയായി എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മൾ കൺട്രോൾ പാനലിൽ വന്നിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ സീരിയൽ നമ്പർ സെർച്ച് ചെയ്യുന്ന ഒരു വിൻഡോ വരും. അവിടെ ഈ ഡിവൈസിൻ്റെ സീരിയൽ നമ്പർ ടൈപ്പ് ചെയ്ത് സെർച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആക്സസ് പോയിന്റും ഈ കമ്പ്യൂട്ടറും സെയിം നെറ്റ്വർക്കിൽ തന്നെയാണെങ്കിൽ ഇത് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കും. ഇതേ പ്രോസസ്സ് തന്നെ നമുക്ക് ഫോണിലും ചെയ്യാം. ഫോണിലും ഇതുപോലെ തന്നെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഡിവൈസിൻ്റെ സീരിയൽ നമ്പർ ടൈപ്പ് ചെയ്യുക, ഫോണും ഈ ആക്സസ് പോയിന്റും ഒരേ നെറ്റ്വർക്കിലായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആഡ് ഡിവൈസ് എന്ന ഓപ്ഷനിലോട്ട് പോകും. ഇനി നമുക്കിവിടെ വൈഫൈ നെറ്റ്വർക്ക് ഡിഫൈൻ ചെയ്യാം, പാസ്വേഡ് കൊടുക്കാം. അപ്പോൾ ആ പ്രോസസ്സാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ വൈഫൈ നെയിമും പാസ്വേഡും സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുന്നു. ഈ കൺട്രോൾ പാനലിൽ നമുക്ക് മൾട്ടിപ്പിൾ സൈറ്റായിട്ട് വേണമെങ്കിൽ ചെയ്യാം. അതായത് ഒരു അക്കൗണ്ട് വെച്ചിട്ട് 2-3 ബ്രാഞ്ചുകളുള്ളൊരു സെറ്റപ്പോ അല്ലെങ്കിൽ നമുക്ക് 2-3 വീടുണ്ടെങ്കിൽ ഒരു അക്കൗണ്ട് തന്നെ മതി എല്ലാ ഡിവൈസും മാനേജ് ചെയ്യാൻ. അത് സെപ്പറേറ്റ് സൈറ്റായിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഈ സൈറ്റിലുള്ള കാര്യങ്ങളായിരിക്കണമെന്നില്ല അപ്പുറത്തെ സൈറ്റിൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2 സൈറ്റായിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ അവിടെ ഡിഫറൻറ്റ് വൈഫൈ നെയിമും പാസ്വേഡും കാര്യങ്ങളും കൊടുക്കാം. ഇവിടെ ഡിഫറൻറ്റ് നെയിമും പാസ്വേഡും കൊടുക്കാൻ പറ്റും. അപ്പോൾ സൈറ്റ് നെയിം നമ്മൾ ഡിഫൈൻ ചെയ്തതിന് ശേഷം ഞാനിവിടെ സൈറ്റ് നെയിം കൊടുത്തു. അതിന് ശേഷം ആക്ടിവേറ്റ് ക്ലിക്ക് ചെയ്യുന്നു. ആക്ടിവേറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ പറ്റും യുവർ സൈറ്റ് ഈസ് റെഡി, കണ്ടിന്യൂ. അത് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ക്ലൗഡിൽ നിന്നും ഈ ഡിവൈസ് ഇതിൻ്റെ കോൺഫിഗറേഷൻ തനിയെ ഡൗൺലോഡ് ചെയ്യുകയും കൂടാണ്ട് ഇത് എന്തെങ്കിലും പുതിയ ഫേംവെയർ അപ്ഡേറ്റോ അല്ലെങ്കിൽ കോൺഫിഗറേഷൻ അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ അതെല്ലാം തനിയെ റിസീവ് ചെയ്ത് കുറച്ച് ടൈം കഴിയുമ്പോൾ 1-2 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളുടെ ഇവിടെ വൈഫൈ ഇൻഡിക്കേറ്റർ ഉണ്ടല്ലോ അത് ഗ്ലോ ചെയ്ത് തുടങ്ങും. അത് ഗ്ലോ ചെയ്താൽ അതിൻ്റെ അർത്ഥം നമ്മളുടെ ആക്സസ് പോയിന്റ് അപ്പ് ആൻഡ് റണ്ണിങ് ആണ് എന്നാണ്. നമ്മൾ കൺട്രോൾ പാനൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഇൻസ്റ്റാളിങ് സോഫ്റ്റ്വെയർ അങ്ങനെയുള്ള സ്റ്റാറ്റസും കാര്യങ്ങളും ഇവിടെ കാണാൻ പറ്റും. അത് മോണിറ്റർ ചെയ്ത് നമ്മളിത് അപ്പായോ ഇല്ലെന്നുള്ളത് അറിയാൻ പറ്റും. അല്ലെങ്കിൽ ഈ ഇൻഡിക്കേഷൻ വെച്ചും നമുക്കിത് മോണിറ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഏകദേശം ഒരു 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഡിവൈസ് വൈഫൈ സിഗ്നൽ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ സിങ്കർണൈസിങ്ങിന് നമുക്ക് കൺട്രോൾ പാനലിൽ കാണാൻ പറ്റും. അപ്പോൾ ഇത് ഏകദേശം അപ്പ് ആൻഡ് റണ്ണിങ് ആയിട്ടുണ്ട്. ഒരു 10-15 സെക്കൻഡ് കൂടി കൂടുതൽ എടുക്കും അത് പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ അതിനും കൂടി വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ എല്ലാം സിങ്കർണൈസ് ആയി ആക്റ്റീവ് എന്നുള്ള സ്റ്റാറ്റസ് നമുക്ക് കൺട്രോൾ പാനലിൽ കാണിക്കാൻ പറ്റും. ഇനി നമുക്ക് എൻ്റെ ഫോണൊന്ന് ഈ വൈഫൈയിൽ കണക്ട് ചെയ്ത് വെക്കാം. ഓക്കെ, കണക്റ്റ് ആയിട്ടുണ്ട്. നമുക്കിവിടെ വൈഫൈ 6 എന്നുള്ളത് കാണാൻ പറ്റും. ലിങ്ക് സ്പീഡ് എന്ന് പറയുന്നത് കണക്ഷൻ സ്പീഡ് എന്ന് പറയുന്നത് 1200 എബോവ് ആണ്. ഇത് വൈഫൈ 6 സപ്പോർട്ട് ചെയ്യുന്ന ഫോൺ ആയതുകൊണ്ടാണ് ഇത് കണക്ട് ആവുന്നത്. വൈഫൈ 6 ഇല്ലാത്ത ഫോണുകളാണെങ്കിൽ ഒരു 800 അടിയിലോട്ട് വരും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്